ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന 20 പേരുടെ മൊഴികൾ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. മൊഴി നൽകിയ ഭൂരിഭാഗം പേരുമായും 10 ദിവസങ്ങൾക്കകം നേരിട്ട് ബന്ധപ്പെടാനാണ് SITയുടെ ശ്രമം. ഒക്ടോബർ 3-ന്, അതായത് അടുത്ത മാസം 3-ാം തീയതി ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കേസെടുക്കുന്നതിനുള്ള തീരുമാനം SIT അറിയിക്കും. എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, ഇതിൽ ഈ മൊഴി കൊടുത്ത പല ആളുകൾക്കും ഈ കേസുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ 20 പേരുടെ മൊഴി വളരെ ഗൗരവമുള്ളതാണെന്ന് SIT രേഖപ്പെടുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വെളിപ്പെടുത്തൽ അതും ഗൗരവമുള്ളതാണല്ലോ, പറയൂ. SKN കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ മൊഴികളിൽ 20 പേരുടെ മൊഴി അതീവ ഗൗരവകരമാണെന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കുക, ഔദ്യോഗിക നടപടിക്രമങ്ങൾ അനുസരിച്ച് മൊഴിയെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പലരെയും സമീപിച്ചിരുന്നുവെങ്കിലും അവർ പരാതിയുമായി പോകാൻ താല്പര്യമില്ലെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇതിൽ ഈ ലിസ്റ്റ് ചുരുക്കി 20ഓളം പേരാക്കി ചുരുക്കിക്കൊണ്ട് ഇവരിൽ നിന്നും അതീവ ഗുരുതര ആരോപണമുള്ളവരിൽ നിന്നും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ അന്വേഷണ സംഘം ഇതാക്കുന്നത്. എന്തായാലും ഇവരുടെ മൊഴിയിൽ ഇവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്നാണ് മൊഴിയെങ്കിൽ കൃത്യമായി FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തും. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി ഉള്ള അംഗങ്ങളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനുവേണ്ടി അന്വേഷണ സംഘം എന്തായാലും ബന്ധപ്പെടും. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി ഒക്ടോബർ മാസത്തിൽ 3-ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായ റിപ്പോർട്ട്, കേസെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിവരങ്ങളടക്കുന്ന റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് വിശദമായി വായിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ടിൽ നേരിട്ട് ഇടപെടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരു വിമർശന സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വിശദമായി ഈ റിപ്പോർട്ട് വായിക്കാൻ വനിതാ ഉദ്യോഗസ്ഥർക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വായിക്കണമെന്നാണ് അന്വേഷണ സംഘ തലവൻ സ്പർജൻ കുമാർ വനിതാ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ റിപ്പോർട്ടിൽ ചില സാക്ഷികളുടെ പേര് വിവരങ്ങളിൽ ചില അവ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റിയോ സാംസ്കാരിക വകുപ്പിനെയോ സമീപിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. എന്തായാലും ഒക്ടോബർ 3-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇതിൽ അതീവ ഗൗരവ ലൈംഗിക ആരോപണങ്ങളുള്ള ഈ 20ഓളം പേരെ അന്വേഷണ സംഘം നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തുമെന്നത് നിർണായകമാണ്. ഒപ്പം തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങളെ അന്വേഷണ സംഘം നേരിൽ കാണും. ഇവരിൽ നിന്നും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകളുണ്ട്. ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ആരായും ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. SKN. ഓക്കെ, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. 20 പേരുടെ മൊഴികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഹേമ കമ്മിറ്റിയിലെ ഇൻവെസ്റ്റിഗേഷൻ ടീം അറിയിക്കുന്നു.